കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ സ്വർഗത്തിൽ 72 ഹൂറിമാരെ കിട്ടുമെന്ന് ഖുറാനിൽ വാഗ്ദാനമുണ്ടത്രേ. അപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം ഇതേ വിഷയം ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ പല മുസ്ലിം പണ്ഡിതരും അന്ന് വിശദീകരിച്ചത് 72 ഹൂറി അല്ല, 72 ഈത്തപ്പഴം ആണ് എന്ന് വിശദീകരണം വന്നു. എത്ര കണ്ട് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഇങ്ങനെയുള്ള കൊല്ലാനും കൊല്ലപ്പെടാനുമുള്ള കാര്യങ്ങൾക്ക് മുസ്ലിം യുവാക്കളെ പ്രേരിപ്പിക്കുന്നത് ഈ വാഗ്ദാനമാണെന്നാണ് പറയുന്നത്. അത് എത്ര കണ്ട് ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഓസ്ട്രേലിയയിൽ ഇപ്പം നമുക്കറിയാം 16 യഹൂദരെ വെടിവെച്ച് കൊന്നു, 40 പേർക്ക് പരിക്കേറ്റു. അത് അപ്പനും മകനും, 50 വയസ്സുള്ള അപ്പനും 24 വയസ്സുള്ള മകനും, ഇവർ പാകിസ്ഥാൻകാരാണത്രേ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മകൻ 24 വയസ്സ്, അവന് അപ്പൻ മരിച്ചു, 24 വയസ്സുള്ള മകൻ പരിക്കേറ്റ് ആശുപത്രിയിലാണ് ഗുരുതര നിലയിൽ. നവീദ് അക്രം എന്നാണ് അവൻ്റെ പേര്. അയാൾ ലാഹോറിൽ ഹംദർദ് യൂണിവേഴ്സിറ്റിയിലോ മറ്റോ പഠിച്ചിരുന്നു. ഇപ്പം സിഡ്നിയിൽ മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ വിദ്യാർത്ഥിയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഇവർ ഈ 6 തോക്കുകൾ, അപ്പന് 6 തോക്കുകൾ വെക്കാനുള്ള അധികാരമുണ്ടായിരുന്നു, പിന്നെ അനുമതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാർ നിറച്ച് സ്ഫോടക വസ്തുക്കളുണ്ടായിരുന്നു. ഇതെല്ലാം സഹിതം ഈ ഹാനുക്ക ബീച്ചിൽ ആഘോഷിച്ചുകൊണ്ടിരുന്ന ആ ജനത്തിന് നേരെ പോയി വെടിവെക്കുന്നത്. അപ്പോൾ എത്രയോ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. ആളുകളിങ്ങനെ ആഹ്ലാദപൂർവ്വം ബീച്ചിലൊക്കെ നിൽക്കുമ്പോൾ നിരായുധരായ മനുഷ്യരാണ്. അപ്പോൾ അവരുടെ നേരെ വെടിവെക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കവർ പോലും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ നമ്മൾ കാണുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ആക്രമണങ്ങളിൽ ഒരാളെ ഈ മറ്റൊരു മുസ്ലിം അഹമ്മദ് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് സ്റ്റാൾ ഉടമ, അയാൾ പുറകിൽ കൂടെ ചെന്ന ഒരു അക്രമിയെ കഴുത്തിന് പിടിച്ച് വീഴ്ത്തി അയാളുടെ തോക്ക് തട്ടിത്തെറിപ്പിച്ചു. അതുമൂലം ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് അവിടുത്തെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൻ്റണി ആൽബനീസ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു അന്താരാഷ്ട്ര ഹീറോ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നേരെ മറ്റേ അക്രമി വെടിയുതിർത്തു. അപ്പോൾ അയാളും ആശുപത്രിയിലാണ്. അയാളുടെ സ്ഥിതി എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒട്ടേറെ രക്തം കൊണ്ട് നിറഞ്ഞ ഒരു ദിവസമായിപ്പോയി. ഈ നമ്മുടെ വാർത്തകൾ, അന്താരാഷ്ട്ര രംഗത്തെ വാർത്തകൾ മുഴുവൻ ഈ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ യഹൂദവിരോധം എത്ര കണ്ട് വേണം എന്നുള്ളതാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ വരുന്നു, ആ രാജ്യത്തെ വിരോധങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണോ? ആ സംസ്കാരത്തിൻ്റെ വിരോധങ്ങളൊക്കെ. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിരോധമാണ്. അതുകൊണ്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനികളോട് നമ്മൾ വിരോധം കാണിക്കേണ്ടതുണ്ടോ? യാതൊരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ മുൻ ഡോക്ടർ പാകിസ്ഥാനിയായിരുന്നു. അയാൾ നമ്മുടെ ശത്രുവുമല്ല, നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യനാണ് അയാളും. നമ്മളെപ്പോലെ തന്നെ ഇവിടെ ജീവിക്കാൻ വന്ന ഒരാൾ. അപ്പോൾ അങ്ങേര് തന്നെ പറയുമായിരുന്നു, അന്ന് ഇന്ത്യയും പാകിസ്ഥാനും, ഇപ്പോൾ ഇന്ത്യ നശിക്കണമെന്ന് പാകിസ്ഥാനിലൊരു 500 മില്യൺ ആളുകളെങ്കിലും, അതിനുവേണ്ടി 500 എത്രയോ മില്യൺ ആളുകളെങ്കിലും കാണും. ഒരു 100 മില്യൺ ആയിരിക്കും എന്ന് വെച്ചോളൂ. എത്ര പേര് അവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യയിൽ ഒരു 500 മില്യൺ കാണുമെന്ന് വെക്കുക. അപ്പോൾ ഇങ്ങനെ ഈ വിരോധം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ യുദ്ധവും പ്രശ്നങ്ങളും എല്ലാം തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ അത് നമ്മൾ ആ തീരം വിട്ട് കഴിയുമ്പോൾ നമ്മൾ ആ വിരോധമെല്ലാം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടതുണ്ടോ? ഇപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അറേബ്യൻ ആ മേഖലയിൽ നിന്ന് യഹൂദരെ മുഴുവൻ അടിച്ചോടിക്കണമെന്ന് അവരുടെ പ്രവാചകൻ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് നേരായിരിക്കും. അത് ആ കാലഘട്ടത്തിന് പറഞ്ഞൊരു കാര്യമാണത്. ഇന്നത്തെ കാലത്ത് അതൊക്കെ പ്രസക്തമാണോ? രണ്ടാമത്തെ കാര്യം, അവിടുന്ന് നമ്മളിങ്ങോട്ട് പോകുന്നു. ഓസ്ട്രേലിയയിലും അമേരിക്കയിലുമൊക്കെ കുടിയേറിയ ശേഷം ആ പകയൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാമോ മനസ്സിൽ? അവിടെ നടക്കുന്ന കാര്യം, ഇസ്രയേലി ഹമാസ് യുദ്ധം നടക്കുന്നു. ഹമാസിനെ മുച്ചൂടും മുടിപ്പിക്കുന്ന നമ്മൾ അവിടെ മുഴുവൻ തകർക്കുന്ന നമ്മൾ കണ്ട് കരയുന്നുമുണ്ട്. പക്ഷേ അവർ ചെയ്തത് എന്താണ്? മറ്റൊരു രാജ്യത്ത് അതിക്രമിച്ച് കയറിയിട്ട് 10,500 1,200 പേരെ, 1,250 പേരെ കൊന്നു, 300 പേരെ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ആ രാജ്യം മിണ്ടാതിരിക്കണോ? അപ്പോൾ ഇസ്രയേലികൾക്ക് ജീവിക്കാൻ തന്നെ അവകാശമില്ല, അവിടെ ആ ഭാഗത്ത് ജീവിക്കാൻ തന്നെ അവകാശമില്ലെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ? അവരോട് ജീവിക്കാനുള്ളൊരു സംവിധാനമല്ലേ വേണ്ടത്? ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം ജെറുസലേമിനുള്ള പ്രാധാന്യം എന്താണെന്ന് ചരിത്രം അറിയാവുന്നു, അല്ലെങ്കിൽ ഈ യഹൂദ ക്രൈസ്തവ മതഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആ ബന്ധം എന്താണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൂടി അവിടെ ജീവിക്കാനുള്ളൊരു സൗകര്യമാണ് കൊടുക്കേണ്ടിയിരിക്കുന്നത്. പലതും നമ്മൾ ഈ ഇത്തിരി മണ്ണിൻ്റെ കാര്യം മാത്രമായിട്ട് കണക്കാക്കാതെ സൗമനസ്യത്തോട് അതിനെ
നേരിടേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഉദാഹരണത്തിന് ഇന്ത്യയിലെ ബാബരി മസ്ജിദ് ഇഷ്യൂ. ഇപ്പം ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഒരു മസ്ജിദ് മാത്രമാണ്. നേരെ മറിച്ച് രാമജന്മഭൂമി എന്ന് പറഞ്ഞാൽ ഒരെണ്ണമേ ഉള്ളൂ, വേറൊരിടത്തുമില്ല. അപ്പോൾ രാമജന്മഭൂമി അവിടെയല്ലാതെ വേറൊരിടത്തില്ല. അപ്പോൾ അന്ന് ഒരിക്കലും ബോംബെയിൽ വെച്ച് പ്രസ് ക്ലബ്ബിൽ വെച്ച് അന്ന് അശോക് സിംഗാൾ പറയുന്നുണ്ട്, രാമജന്മഭൂമിക്ക് ബാഹർ നിർമ്മിക്കണമെന്നാണ് പറയുന്നത്. രാമജന്മഭൂമിക്ക് പുറത്ത് അതെങ്ങനെയാണ് ശരിയാവുക? അത് അവിടെ തന്നെ നിർമ്മിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അതിനോട് നമുക്ക് മാനസികമായിട്ട് എനിക്കൊക്കെ ഒരു ഇതില്ല. രാമജന്മഭൂമി എന്ന് പറഞ്ഞാൽ ഈ ഈ ഈ ലോകം മൊത്തം തന്നെ രാമൻ്റേതല്ലേ, രാമൻ്റേത് അല്ലെങ്കിൽ ദൈവത്തിൻ്റേതല്ലേ മൊത്തത്തിൽ നമ്മൾ ഒരു വിശ്വാസിയാണെങ്കിൽ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്പോട്ടിന് വലിയ പ്രാധാന്യമില്ല. ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയായാലും ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ അങ്ങ് വിശ്വാസികൾ കടുംപിടുത്തത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവ തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാവും രാമജന്മഭൂമി ഒന്നേ ഉള്ളൂ. ബാബരി മസ്ജിദ് ഒരു മസ്ജിദ് മാത്രമാണ്. അത് മാറി വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയതുകൊണ്ടും പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. അപ്പം എന്ന് മാത്രമല്ല, ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ പിന്നെ രാമജന്മഭൂമി അവിടെ ആ ക്ഷേത്രം പണിതത്. അപ്പോൾ സുപ്രീം കോടതി വിധി നമ്മൾ അംഗീകരിക്കുക. വിധി ശരിയായാലും തെറ്റായാലും വിധി നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഉത്തമ പൗരരെന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യവും. അപ്പോൾ അത് പിന്നെ നമ്മളൊന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. എന്തായാലും ഈ പഴയ വിരോധങ്ങൾ നമ്മളിങ്ങനെ നമ്മുടെ പുതിയ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ അഫ്ഗാനിൽ നിന്ന് വന്ന ഒരുത്തൻ ഈ വാഷിങ്ടൺ DC വന്ന് രണ്ട് സൈനികരെ വെടിവെച്ച് കൊന്നു. അപ്പോൾ അതിനുശേഷം ഒരാളെ വെടിവെച്ച് കൊന്നു, ഒരാളെ പരിക്കേൽപ്പിച്ചു. അതിനുശേഷം ഇവിടെ ഉണ്ടായ നിയന്ത്രണങ്ങൾ ഇമിഗ്രേഷനിൽ 19 രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവർക്കുള്ള എല്ലാ ഇമിഗ്രേഷൻ ആനുകൂല്യങ്ങളും നിർത്തിവെച്ചു. അവരിൽ പലരും ഈ സിറ്റിസൺഷിപ്പിന് ഓത്തെടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ഒത്തെടുക്കുന്നതിന് ദിവസങ്ങൾ മാത്രം. അങ്ങനെയുള്ളവർക്ക് ഇപ്പം പിന്നെ കത്ത് കിട്ടിയിരിക്കുന്നു, നിങ്ങളുടെ ഓത്ത് എടുക്കൽ ആ പരിപാടി മാറ്റിവെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഗ്രീൻ കാർഡിന് അപേക്ഷ അത് കിട്ടാനായിട്ടുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങളും അവർക്ക് കൊടുക്കരുതെന്നാണ് ട്രംപ് പിന്നെ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏതാണ്ട് 30-36 രാജ്യങ്ങൾക്ക് പിന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നിന്നൊക്കെയുള്ള ആളുകൾക്ക് വരുന്നതിന് തടസ്സങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരെല്ലാം ഒരുപാട് പേര് പിന്നെ സഹിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നു. അപ്പോൾ ഇത് ഖേദകരമാണ്. നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നെങ്കിലും ചിന്തിക്കേണ്ടതല്ലേ? നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതിയോ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭീകരപ്രവർത്തനത്തിനൊക്കെ പോകുന്നവർ അതിൻ്റെ പരിണിതഫലം നമുക്ക് മാത്രമല്ല ഉണ്ടാകുന്നത്, അത് നമ്മുടെ സമൂഹത്തിനും ആളുകൾക്ക് മൊത്തം ഉണ്ടാകുന്നു. ഇതിപ്പം ഈ 19 രാജ്യങ്ങളിൽ നിന്ന് പറയുന്നു. ഇപ്പോൾ 19 രാജ്യങ്ങൾ പിന്നെ കൂടുതലും ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അവർ പിന്നെ ഈ ഇമിഗ്രൻസിനെതിരെ ഒരു ഭാഗത്തുള്ള കുറേ ഇമിഗ്രൻസിനെതിരെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് മറ്റുള്ളവരെയും ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അവർ നോക്കുമ്പം പാകിസ്ഥാനികൾക്കെതിരെ ഒരു നിയമം വരുന്നു നോക്കുക. അവർ നോക്കുമ്പം പാകിസ്ഥാനിയും ഇന്ത്യക്കാരും തമ്മിൽ എന്താണ് വ്യത്യാസം ഇരിക്കുന്നത്? അല്ലെ ബംഗ്ലാദേശിയുമായിട്ട് എന്താണ് വ്യത്യാസം ഇരിക്കുന്നത്? അപ്പോൾ അല്ല അറബികൾക്കെതിരായിട്ട് വന്നാൽ കൂടി നമ്മളെല്ലാം സൗത്ത് ഏഷ്യൻസൊക്കെ ഏകദേശം അറബികളുടെ പിന്നെ ഛായയുള്ളവരാണ്. അപ്പം അങ്ങനെ ഏതെങ്കിലും നിയമങ്ങളും എതിരായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അതൊന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മളെ മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഭീകരപ്രവർത്തനമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വന്ന നാട്ടിൽ പോയി അങ്ങ് ചെയ്യുക. ഈ രാജ്യങ്ങളിലൊക്കെ വന്നിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കാൻ ഉള്ള ഒരു പിന്നെ ശ്രദ്ധയെങ്കിലും വേണം. കുറഞ്ഞ പക്ഷം അത്രയെങ്കിലും ഒരു സൗമനസ്യം മറ്റുള്ളവരോട് കാണിക്കേണ്ടതുണ്ട്.